faculties of iLearn and my dear friends. ഇവിടെ നിൽക്കുമ്പോൾ എനിക്കറിയില്ല എന്തൊക്കെയാണ് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഓരോന്നൊക്കെ പറയണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. അതൊന്നും ഇപ്പോൾ വരുന്നില്ല മനസ്സിൽ. ബട്ട് ആസ് ഐവ് സെഡ് ബിഫോർ, it fills my heart with gratitude when I stand here, especially to iLearn, because ഞാൻ ഇവിടെ PCM ബാച്ച് എടുത്തു. തുടങ്ങുമ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേജിലും നേരത്തെ ഫാത്തിമ പറഞ്ഞ പോലെ ഭയങ്കര കോർഡിനേറ്റഡ് ആയിട്ടായിരുന്നു കാര്യങ്ങൾ. ഓൾസോ ഞാൻ iLearnൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫ്രണ്ടിനോട് ചോദിച്ചിരുന്നു എവിടെ കോച്ചിങ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞത് ഭയങ്കര പ്രഷറിൽ പഠിക്കണോ അതോ കുറച്ച് കാമായിട്ട് ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ പഠിക്കണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറച്ച് കാമായിട്ട് പഠിച്ചാൽ മതി, കാരണം പ്രഷർ ഞാൻ തന്നെ ഇട്ടോളും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ iLearn ആണ് ബെസ്റ്റ് പ്ലേസ്. ആൻഡ് ഈവൻ ദോ COVID-19 സമയത്തായിരുന്നു ക്ലാസ്സസ് എങ്കിലും ആ ഫാമിലി ഒരു ഇത് ഫീൽ ചെയ്യായിരുന്നു. കാരണം ഇപ്പോൾ നമുക്ക് എന്തുണ്ടെങ്കിലും ഡയസാറിനും ഷിനാസാറിനും മെസ്സേജ് അയക്കാം. എല്ലാത്തിനും എപ്പോഴും ഒരു ഫീഡ്ബാക്ക്, നേരത്തെ പറഞ്ഞ പോലെ വളരെ കറക്റ്റായിട്ട് തന്നെ ഫാത്തിമ അത് പോയിൻ്റ് ഔട്ട് ചെയ്ത് എപ്പോഴും അവരുണ്ടായിരുന്നു എന്ത് കാര്യത്തിനാണെങ്കിലും. അപ്പോൾ അതിനൊരു വലിയ താങ്ക്സ്. അപ്പോൾ മാത്രമല്ല ത്രൂ ഔട്ട് ദ പ്രോസസ്സ് റൈറ്റ് ടിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പിന്നെ സ്പെസിഫിക്കലി ഓരോ ആൾക്കാരെ ഇവിടെ എടുത്ത് പറയണമെന്നുണ്ട്. ഞാനിതിലൊരു പോയിന്റ് ആഡ് ചെയ്തോട്ടെ. കേരള ടോപ്പറാണ് ഇൻ്റർവ്യൂവിൻ്റെ ഭരത്ത്. 212 മാർക്കാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. അതിൽ ഷിനാസാറിനൊരു വലിയ പങ്കുണ്ട്. അപ്പം അത് എൻ്റെ മാത്രം എഫേർട്ടല്ല, തീർച്ചയായിട്ടും സാറിൻ്റെയും കൂടെ. ഞാനതിലേക്ക് ആദ്യം തന്നെ വരാം. സാർ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ ആദ്യം ഞാൻ പോയ സമയത്ത് എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഇൻ്റർവ്യൂ പോയപ്പോൾ എനിക്ക് 168 മാർക്സ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇമ്പ്രൂവ് ചെയ്യേണ്ട സമയത്ത് ആ അറ്റംപ്റ്റിൽ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഇത്തവണ എന്തായാലും കയറണം, ഇനി ഒരു അറ്റംപ്റ്റ് നീ കൊടുക്കരുത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അതിപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ പക്ഷേ എനിവേ ആ ഇൻ്റർവ്യൂ മാർക്സ് കാരണമാണ് ഞാനിന്ന് സർവീസിൽ കയറാൻ പറ്റുന്നത്. അപ്പോൾ സാറിൻ്റെ കൂടെയുള്ള രാത്രിയുള്ള ചിന്തൻ ബൈടെക് സെഷൻസ് രാഹുലും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഇരുന്നിട്ടുള്ള ഡിസ്കഷൻസും ഒക്കെയാണ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. ഓരോ രീതിയിൽ എങ്ങനെ വന്നിരിക്കണം, എങ്ങനെ ഗുഡ് മോർണിംഗ് പറയണം, ഇങ്ങനെ പല കാര്യങ്ങളും സാർ പറഞ്ഞത് ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അതിലേക്ക് പിന്നെ എനിക്കൊന്ന് പലർക്കും ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് സാറിൻ്റെ ഒരു കോൾ, അത് രാത്രിയും പിന്നെ രാവിലെയും ഒക്കെ സാറ് വിളിക്കും. അപ്പോൾ ഒക്കെ സാറ് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ ഭയങ്കര കാമാക്കും. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നു ആ എക്സാം ഹാളിലേക്ക് ഇൻ്റർവ്യൂ ഹാളിലേക്ക് കയറുമ്പോഴും ഹെൽപ്പ് ചെയ്ത കാര്യം. നമ്മുടെ കോണ്ടൻ്റ് ഒന്നും അല്ല അവർ നോക്കുന്നത്, നമ്മൾ എത്രത്തോളം നന്നായിട്ട് നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കണം. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു സാറിൻ്റെ ആ വേർഡ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ കമ്മിങ് ടു ഡയസ് സാർ ആ ഒരു പ്രിലിംസ് എസ്പെഷ്യലി ആ ടൈമിൽ ഭയങ്കരമായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവുമായിരുന്നു. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് സാറിനെ അപ്രോച്ച് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ടിനെ പോലെയാണ് സാറ്. അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് മെൻറ്റർ കാവ്യ മാം ആയിരുന്നു. കാവ്യ മാം ഇന്ന് ഇപ്പോൾ ഇവിടെ ഇല്ല, ബട്ട് താങ്ക്സ് ടു മാം. അതുപോലെ തന്നെ എൻ്റെ അനദർ മെൻറ്റർ TJ സാർ. സാറിൻ്റെ ഗൈഡൻസിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് പിന്നെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ സാറ് പറയുന്ന ഓരോന്നും അതുപോലെ എടുത്ത് അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഐഡിയ. അതുപോലെ വർക്കായി. അപ്പോൾ താങ്ക്സ് ടു സാർ. പിന്നെ നിഖിൽ സാർ ഇന്ന് ഇവിടെ ഇല്ല. സാറിനെയും എനിക്ക് വലിയ താങ്ക്സ് പറയാനുണ്ട്. സാറായിട്ട് അധികം ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടില്ല, പക്ഷേ സാർ പറഞ്ഞു തന്ന 2 കാര്യങ്ങളുണ്ട്. അത് ആ ക്ലാസ്സിൻ്റെ സമയത്ത് നമ്മളെല്ലാം സാർമാർ പറയുന്നത് അതുപോലെ ഇംബൈബ് ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സാർ എപ്പോഴും പറയുന്നൊരു സംഭവമാണ് പേഷ്യൻസ് ആൻഡ് ഓണസ്റ്റി ആർ ദി 2 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് ഫോർ എനി ആസ്പിരൻറ്റ്. അത് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു. അത് രണ്ടും കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം ഈ അറ്റംപ്റ്റിൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരുടെയും ഒരു ക്യുമുലേറ്റീവ് എഫേർട്ടാണ്. പിന്നെ കുറേ പേരെ എനിക്കും അറിയാം മിസ് ഔട്ട് ആയിട്ടുണ്ട്. ബട്ട് ഓൾ താങ്ക്സ് ടു ഓൾ ഓഫ് യു. നത്തിങ് എൽസ്. താങ്ക് യു സോ മച്ച്.